ഈ ബിസിനസ് അത് ഇതെന്ന് പറഞ്ഞ എന്താണെന്നൊന്നും അറിയണ്ടേ. കാശ് വേണം എന്ന് പറഞ്ഞാൽ കാശായിട്ട് തരാൻ പറ്റില്ല. അവൻ പറഞ്ഞു എറണാകുളത്തെ ജോലിക്ക് എന്താ കുഴപ്പം, അതിന് പോയാ എന്താ? ആ ജോലിക്ക് അതിൻ്റെതായ കുഴപ്പമുണ്ട്. എന്തോന്ന് കുഴപ്പം ഉണ്ട്. ഞാൻ ആരുടെ അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യേ, ജോലിക്ക് പോണത് ഒരു അടിമയാണ് ആരുടെങ്കിലും? എന്താണ് നീ പറയുന്നത്? അമ്മേ, ഒരുത്തന്റെ കീഴിൽ അവന്റെ ഒന്ന് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അടിമ തന്നെയാണ്. അവന്റെ ആട്ടും തുപ്പും അതൊന്നും ക്ലീറ്റായി കിട്ടില്ല. ക്ലീറ്റ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അത് തന്നെയല്ല, എറണാകുളത്ത് ജോലിക്ക് പോകുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമാടി? എന്താണ് ഇവിടുത്തെ ജോലിക്ക് കുഴപ്പം? ഉണ്ടമ്മേ, അതിനകത്ത് വേറെ സംഗതികൾ കിടപ്പുണ്ട്. അവന് തടിയാണെങ്കിൽ പണിയെടുക്കാൻ വയ്യ, അതാണ് വേറെ ഒന്നുമല്ല. അതെ എന്റെ അളിയ, ഞാൻ ഇപ്പൊ ഒരു ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ സംതൃപ്തനാണ്. പിന്നെന്താ പ്രശ്നം? അങ്ങനെ സംതൃപ്തനാണെങ്കിൽ അവനും വിളിച്ചിട്ട് അങ്ങോട്ട് പോടി. പിന്നെ കാശ് പറഞ്ഞ് ഇവിടെ വന്നിരിക്കണം. ഇവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? കാശ് വേണം, ജോലി വേണമെന്ന് പറഞ്ഞ് വന്നോ? ഇല്ലല്ലോ. നിങ്ങളെല്ലാം കൂടെ ഇവിടെ എന്തെങ്കിലും കൂടി ആലോചിച്ചു, അവളുടെ അടുത്ത് പറഞ്ഞു, പിന്നെ ഞാൻ അതിനൊന്ന് വഴങ്ങി കൊടുക്കും, അത്രേ ഉള്ളൂ. നിനക്ക് ഞാൻ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചേ പറ്റുന്നാണെങ്കിൽ നേരെ അമ്മാവന്റെ അടുത്ത് പോ. അവിടെ പാടത്ത് ഇഷ്ടം പോലെ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അതൊന്ന് പച്ചക്കറി മുറിച്ചോണ്ട് വന്നിട്ട് ആ കടയിൽ വെച്ച് കച്ചവടം ചെയ്ത് കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു 10-700 രൂപ കൈ കിട്ടും. നല്ല പണിയാണ് അത്, നല്ല പണിയാണ്. പൈസയ്ക്കും അധികം ചെലവില്ല. എടാ, വിറ്റ് കിട്ടുന്ന കാശിന്ന് എന്തെങ്കിലും വളത്തിന് അതിനായിട്ട് എനിക്ക് തന്നാൽ മതി. ബാക്കി നിങ്ങൾ കുടുംബത്ത് കൊണ്ട് ജീവിക്കും. അത് നല്ല പരിപാടിയാണ്. അയ്യോ, ഭയങ്കര ഇതായി പോയി കേട്ടോ. എന്ത് കണ്ടിട്ടോ അമ്മ പറയണേ? എന്നെ പോലെ ഒരു പ്രമുഖം പച്ചക്കറിയൊക്കെ പറിച്ച് നേരെ അവിടെ കൊണ്ടുവന്ന് ആൾക്കാരുടെ മാർക്കറ്റിലൊക്കെ കിടന്ന് വേരേക്ക് അങ്ങനെ ഒരു തല്ലിപ്പൊളിയായിട്ട് കർഷകനായിട്ട് ഇല്ലേ? എന്താണ് ഒരു സ്ഥലത്തിരുന്നിട്ട് തന്നെയല്ലേ നാട്ടുകാർ മുഴുവൻ കച്ചവടം ചെയ്യണത്? അങ്ങനെ ഒരിടത്ത് എന്നെ അടക്കി ഇരുത്താനൊന്നും നോക്കണ്ട. വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. വേറെ എന്തെങ്കിലും നോക്കണം. ഒരു ആൾക്കാരുമായിട്ട് ഇടപഴകിയുള്ള എന്തെങ്കിലും ഒരു സംഭവം ആണെങ്കിൽ അത് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയുള്ള ബിസിനസ് ഉണ്ടായി പറയും. അങ്ങനെയാണ് ഒരു 19 വീട്ടുകാരായിട്ടെങ്കിലും നിരന്തരം ബന്ധപ്പെടാൻ പറ്റിയ ഒരു പണിയാണ്. അതെന്തോന്ന്? നല്ല കാശും കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കണം. അതാണ് നോക്കിയാലോ. ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിന്റെ ബാക്കില് കുറച്ച് ഉണക്കമീനും പപ്പടും. ഒരു ദിവസം കച്ചവടം ചെയ്തില്ലെങ്കിൽ കേടുവരില്ല. എന്നാ വിറ്റ നല്ല കാശ്. നല്ല ബിസിനസ്സാ. ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം കിട്ടും. പിന്നെ അമ്മാവാന്ന് വിളിച്ച പാവട്ടെ പേരെ വല്ലതും വിളിക്കരുത് കേട്ടോ. പിന്നല്ലാതെ ഇതൊക്കെ ഞാൻ ആരെന്ന് കേട്ടിട്ടാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആരാന്ന് അറിയണമെങ്കിൽ നീ ജനങ്ങളോട് ചോദിക്കണം ക്ലീറ്റ് ആരാണെന്ന്. നിങ്ങൾ തല്ല് പിടിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വന്നത്. എനിക്ക് പൈസ പൈസ തരൂല. ഈ കുടുംബത്തിൽ ഇവന് ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് 5 പൈസ തരില്ല. അതന്നെ പറഞ്ഞത്. എന്താ അതിന് മമ്മി കൊടുത്തിട്ടില്ല പൈസ? പൈസ കൊടുത്തില്ലേ? ആർക്ക് കൊടുത്ത്? നിനക്ക് അമ്മ തന്നിട്ടില്ലടാ, ഞാൻ തന്നിട്ടില്ലേ? അല്ല, പൈസ നീ ആർക്ക് കൊടുത്ത്? നീ ആർക്കാണ് പൈസ ചെലവാക്കിയത്? നിന്റെ പെങ്ങക്കും അവളുടെ കുട്ടിക്കും, അല്ലാതെ എനിക്ക് വേണ്ടിട്ട് 5 പൈസ ഇവിടെ ആരും ചെലവാക്കിയിട്ടില്ല. എന്നാ പിന്നെ എന്റെ പെങ്ങളെ കൊച്ചെങ്ങൾ വിടറാ, ഞാൻ നോക്കിക്കോളാം, നീ എന്റെ പാട്ടിന് പോ. അത് കൊള്ളാം കേട്ടല്ലോ. എങ്ങനെയുണ്ട്? ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എന്താ നീ പറഞ്ഞത്? എന്താണ് നീ പറഞ്ഞത്? എടോ പൊന്നാളിയോ, ഞാൻ പൊട്ടി ചെയ്തോണ്ട് എന്നേക്ക് നിനക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷെ ക്ലീറ്റോനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. നിന്റെ കള്ളത്തരൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞോടമ്മ എന്തൊക്കെയാണ് അവര് പറയുന്നത്. ശമ്പളമൊക്കെ കറക്റ്റ് കിട്ടുന്ന ജോലിയാണ് തന്നെ. അമ്മാവനെ നല്ല ശമ്പളവും കിട്ടുന്നുണ്ടെങ്കിൽ അമ്മാവ് ഒറ്റത്തലയായിട്ട് ഇങ്ങനെ നടക്കല്ലേ, ഭാര്യയും കൊച്ചൊന്നുമില്ല, ആർക്കും വേണ്ടാതെ നേരെ ആ പണിക്ക് അമ്മാവും പോ. എടാ, ഞാനതിനെ എന്റെ ആവശ്യത്തിനുള്ള എന്റെ കയ്യിലുണ്ട്. മറ്റുള്ളവരെ ആശ്രയിച്ചൊന്നല്ല ഞാൻ ജീവിക്കുന്ന പഠിക്കുവാൻ. എനിക്ക് അമ്മാവനോട് പറയാനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്താ, എന്തെങ്കിലും ഒരു ഒന്നല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ വേറൊരു ജോലി. പൈസ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. അത് അവന്റെ സ്വഭാവം അനുസരിച്ച് നടക്കില്ല. ഇപ്പൊ അവന് ഈ പണി അവന്റെ അഭിമാനത്തിന് കോട്ടം വരുന്നല്ലേ പറഞ്ഞ്. എന്നാൽ അതിനെ പറ്റിയൊരു പണിയാണ്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ജോലിയാണ്. എത്ര ജനങ്ങളായിട്ട് വേണമെങ്കിലും ബന്ധപ്പെടും ചെയ്യാം. അങ്ങനെ ഒരു പണി നോക്കിയാലോ? സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്താ അത്യാവശ്യം കമ്മീഷനൊക്കെ ഉള്ള നല്ലൊരു ജോലി അതായാലോ? അത് സർക്കാർ ഇടപെടുന്ന ഒരു കാര്യമാണെങ്കിൽ നോക്കാം. പറയൂ, എന്താണ് പരിപാടി? പറയും. ലോട്ടറി കച്ചവടം. അതും നല്ല കമ്മീഷനാണ്. അതും നല്ലതാ. നന്നായി വിറ്റ് കഴിഞ്ഞാൽ നല്ല കമ്മീഷനും കിട്ടും. വിൽക്കാത്ത ടിക്കറ്റിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇരിക്കണ്ടെങ്കിൽ അതിന് ചിലപ്പോ പ്രൈസ് അടിച്ചു. പിന്നെ അത് നല്ല പണി. അത് നോക്കാം. അതിനാകുമ്പോ അധികം കാശ് ഏജൻസ് നമ്മുടെ അടുത്തുണ്ട്, പറഞ്ഞു വെച്ച്. അത് കൊള്ളാം, നല്ലതാ. നീയും നിന്റെ കെട്ടിയോളും അവളുടെ തന്ത ഒരാളും വയ്യാതെ നടക്കണ്ടേ, അയാളെ ഇവിടെ പൊക്കി എടുത്തോണ്ടത് എല്ലാ ജംഗ്ഷനിലും മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് കച്ചവടം തുടങ്ങും. നല്ലതായിരിക്കും. അതെ, ഇവൻ ശരിയാവില്ല, നേരാവില്ല അവൻ. നിങ്ങൾ ആരെങ്കിലും എന്റെ കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞതാ? ഒരു ബിസിനസ് ചെയ്യാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊരു ഒന്നല്ലെങ്കിൽ കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് പറ. ക്ലീറ്റോന്റെ നിലയ്ക്കും വിലക്കും ചേർന്ന് തന്നെ ചെയ്യണ്ടേ? അവന്റെ നിലയ്ക്കും വിലക്കും ചേരുമല്ലോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം. ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുക.
രാത്രി വേണമെങ്കിൽ ഒരു 10 മണി വരെയും കൂടെ ഓടിക്കഴിഞ്ഞെന്ന് നല്ല പൈസ കുടുംബത്തിലേക്ക് കിട്ടും. അത് ചെയ്യാൻ ഇവന് താല്പര്യം ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിച്ചു. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഓട്ടോറിക്ഷ പക്ഷേ അവന്റെ പേരിലാവൂല, ഞാൻ എന്റെ പേരിലെടുക്കും. അത് നല്ലതാ. കാരണം അവന്റെ പേരിലാവുമ്പോഴേ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഇതാവുമ്പോ വേറെ ആളുടെ വണ്ടിയാണല്ലോ എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉണ്ടാവും. അത് നല്ലതാ. അത് കുഴപ്പമില്ല. കൊള്ളാം, നല്ലതാ. പക്ഷെ അവന്റെ ഔദാര്യം ഞാൻ സ്വീകരിക്കണം. അവൻ ദാനം തരണ ഒരു ഓട്ടോറിക്ഷ. എടാ ദാനായിട്ട് വേണ്ട, നീ ദിവസേന 150 രൂപ കൊടുത്തോ. മുതലാളിക്ക് ഞാൻ 150 രൂപ ദിവസം കൊടുക്കണം. അവൻ മുതലാളി, ഞാൻ തൊഴിലാളി. എന്തൊരു കഷ്ടം നോക്ക്. എന്തെങ്കിലും ഒന്ന് സമ്മതിക്ക് നിനക്ക് ക്ലീറ്റോ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കീഴ്പ്പെടുത്തണം അല്ലേയാ?